കടകംപള്ളി സുരേന്ദ്രനെ ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രനാക്കി ദേശീയ മാധ്യമങ്ങൾ. ഇന്ത്യയിലെ മുൻനിര ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് ഇപ്പോഴും കെ സുരേന്ദ്രനും കടകംപള്ളി സുരേന്ദ്രനും ബി.ജെ.പി. നേതാക്കളാണ്. നവംബറിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ കടകംപള്ളി സുരേന്ദ്രനാക്കി ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വന്നിരുന്നു. അവസാനമായി കേരളത്തിൽ എഡിഷനുള്ള ടൈംസ് ഓഫ് ഇന്ത്യയിൽ കെ സുരേന്ദ്രൻ എന്ന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്ന ചിത്രം കടകംപള്ളി സുരേന്ദ്രന്റേതാണ്. പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്നും കെ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെന്നും വളരെ ശരിയായ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന ചിത്രം കടകംപള്ളിയുടേതാണ്. അടിക്കുറിപ്പിൽ ചിത്രത്തിന് താഴെ കെ സുരേന്ദ്രൻ എന്ന് എഴുതിയിട്ടുമുണ്ട്. നേരത്തെ ശബരിമല പ്രക്ഷോഭ സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിലാണ് കെ സുരേന്ദ്രന് പകരം കടകംപള്ളി സുരേന്ദ്രനായത്. പ്രക്ഷോഭ സമയത്ത് ശശികലയെ അറസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷം കടകംപള്ളി സുരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് വാർത്ത. പോലീസിന്റെ നടപടി കേരളത്തിൽ ബി.ജെ.പിയുടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചെന്നും വാർത്തയിലുണ്ട്. വാർത്തയ്ക്കൊപ്പം കൊടുത്തത് കെ സുരേന്ദ്രന്റെ ചിത്രമാണ്. എന്നാൽ വാർത്തയിലുള്ളത് കടകംപള്ളിയുടെ പേരും. കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഇത്രയും കൃത്യമായി ദേശീയ മാധ്യമങ്ങൾ നൽകാറില്ല. വിശദമായി പഠിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ടാണെങ്കിലും സുരേന്ദ്രനും കടകംപള്ളിയും ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് തെറ്റിപ്പോവുകയാണ്. ഗൂഗിളിൽ കെ സുരേന്ദ്രൻ എന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പി. നേതാവിന്റെ ചിത്രം തന്നെയാണ് ലഭിക്കുന്നത്. എന്നിട്ടും ഇത്തരത്തിലൊരു തെറ്റ് എങ്ങനെ ദേശീയ മാധ്യമങ്ങൾക്ക് സംഭവിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.